ഹലോ, ഞാൻ ലിബിൻലി. അപ്പൊ ഞാൻ ഇന്ന് പ്രകമ്പനം എന്ന സിനിമ കണ്ടു. പ്രകമ്പനം എന്ന സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ രോമാഞ്ചം ആ ഒരു ലെവല് പടമാണ് എനിക്ക് ഫീൽ ചെയ്തത്. രോമാഞ്ചം പറയുന്നത് ഹൊറർ കോമഡി സിനിമ, അത്രേ ഉള്ളൂ. അത്രയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പടത്തിൽ മെയിനായിട്ട് അഭിനയിച്ചതെന്ന് പറഞ്ഞാൽ ഗണപതി അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാഗരസൂര്യ, പിന്നെ അല്ലമി എന്ന് പറഞ്ഞ മറ്റേ വാഴ സിനിമയിലൊക്കെ ഉണ്ട്. എനിക്ക് കൂടുതൽ ഇതിലറിയില്ല. പിന്നെ അസീസ് നെടുമങ്ങാട്, അതേപോലെ തന്നെ കലാഭവൻ ഷാജു. പുള്ളിയുടെ ലാസ്റ്റ് സിനിമയാണ്. പുള്ളിക്കാരൻ ഇതിൽ ഡബ് ചെയ്യാൻ പുള്ളിക്ക് പറ്റിയില്ല. അതിന് ഡബ് കാരണം വോയിസ് വേറൊരാളുടെയാണ്, അത് മനസ്സിലാവായിരുന്നു. പിന്നെ അസീസ് നെടുമങ്ങാട്, അവർ രണ്ടുപേരും ചരണനിമാരായിട്ടാണ്. അതേപോലെ തന്നെ പി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ, മറ്റേ എന്നാ താങ്കേഴ്സിലുള്ള ജഡ്ജി, ആ പുള്ളി നല്ല രസമായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലിക സുകുമാരൻ, ബ്രിജേഷിന്റെ അമ്മ, രസമായിട്ട് എല്ലാവരും അവരവരുടെ റോളുകൾ നല്ല ഗംഭീരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ശീതൽ ജോസഫ്, പേര് ശരിക്കും ഇവരൊക്കെയാണ് പടത്തിൽ മെയിനായിട്ട് അഭിനയിച്ചത്. പിന്നെ രാജേഷ് മാധവൻ, അതായത് എല്ലാം ഓർഡർ എടുക്കുന്ന പുള്ളിയില്ലേ, പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു റഷ്യക്കാരനായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഹൊറർ കോമഡി ഭാഗമോ അല്ല ഇപ്പൊ മന്ത്രവാദം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ അതിന്റെ ലെവലില് ഇങ്ങോട്ട് രസമായിട്ട് പുള്ളിക്കാരനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റേ രാജേഷ് മാധവൻ കോമഡിയാണ്. പുള്ളി സീരിയസ് ആണ്, എന്നാലും അതിൽ ചെറിയൊരു കോമഡി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ശരിക്കും ഈ പടത്തിന്റെ കഥ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹോസ്റ്റലില്, അതായത് കൊച്ചിയിലാന്ന് തോന്നുന്നു, കൊച്ചിയിലെ ഒരു ഹോസ്റ്റലില് ഇങ്ങനെ ഒരു 3 സുഹൃത്തുക്കൾ നിൽക്കുന്നു. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഹൊറർ കോമഡി എന്ന ഇതിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റേ രോമാഞ്ചം സിനിമയില്ലേ, ഏകദേശം ആ ഒരു ലെവല്. പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സാഗർ സൂര്യ ആണ് ഒരു പെർഫോമൻസിന്റെ വെച്ച് നോക്കുമ്പോ ഒരു പടി മുന്നിലൊക്കെ ഒന്നുമല്ല. കാരണം അത്ര ചെയ്യാനുള്ള റോള് പെർഫോമൻസ് വെച്ച് വയസ്സിൽ നോക്കുമ്പോ സാഗർ സൂര്യക്കാണുള്ളത്. പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് വരുന്നുണ്ട്. അതാണ് പടത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ അത് ഞാൻ പറഞ്ഞ പടത്തിന്റെ എല്ലാ സ്പോയിലറായി പോകും എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണാനുള്ള ഒരു സിനിമ ഉണ്ട് കേട്ടോ. ഞാൻ എനിക്ക് കണ്ടപ്പോ ഇഷ്ടമായി, കണ്ടു നോക്ക് എന്തായാലും. പിന്നെ വലതുവശത്തെ കള്ള അത് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ അതെനിക്ക് തോന്നുന്നില്ല, അതൊരു സീരിയസ് പടമായ കാരണം എങ്ങനെ ഒരു തിയേറ്റർ വാച്ചബിൾ ആണോന്നൊന്നും എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. അത് കാരണം ഞാൻ പിന്നെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രകടനത്തിന് ഇന്നലെ തന്നെ കയറുന്നത്. ഇന്നലെ നൈറ്റ് കഴിഞ്ഞപ്പോഴും രസമാണ് പടം. പിന്നെ പടത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതൊക്കെ നല്ല കിടലിനായിട്ട് വന്നിട്ടുണ്ട്. അതായത് ചില സമയത്തുള്ള എഫക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ല, അതൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഒരു 4K അറ്റ്മോസ്ഫിയർ വേണ്ട എന്തായാലും ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, മല്ലിക സുകുമാരൻ എന്ന് പറഞ്ഞ ഇതിലൊരു ഗോസ്റ്റ് ആയിട്ടാണ്. അത് നിങ്ങളുടെ പടം കാണും. എന്തായാലും കൂടുതൽ ഞാനൊന്നും പറയല്ല. എന്തായാലും അതെങ്ങനെ, പക്ഷെ അത് വന്ന രീതി എന്ന് പറഞ്ഞ ഞാൻ ഒന്നും പറയല്ല, കൂടുതലൊന്നും ഞാൻ പറയല്ല. എന്തായാലും കണ്ടുനോക്ക്. പിന്നെ ഈ പടത്തില് എടുത്തു പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ആശീസ് നെടുമങ്ങാടും അതുപോലെ തന്നെ നവാസും, ഇവർ രണ്ടൊരു രാഷ്ട്രീയക്കാരനായിട്ട്, അതൊരു LDFന്റെ അനുഭാവിയായിട്ടാണ് പടത്തിൽ അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ്. അതായത് ചേട്ടനനിയന്മാര് അത് അപ്പൻ വേറെ പാർട്ടിയാണെന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തായിരുന്നു. കാരണം ഇതിലൊരു ഓറഞ്ച് കളർ, അതായത് ഇവരുടെ കൊടി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മറ്റേ എങ്ങനെയാ അജിസും അതേപോലെ തന്നെ നവാസും കൊണ്ട് ഒരു പതുപ്പ് പോലെ ഒരു ഇത് ചെയ്യണ്ട, ഒരു ചുമപ്പൊരു ഇത് കൊണ്ട് തരുന്നുണ്ട്. അതിന്റെ നീളം കൊണ്ടുവന്ന് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് ഒരു ഓറഞ്ചിന്റെ എന്തോ ഉണ്ട്. അപ്പൊ പാർട്ടി വൈസ് വരണമെന്ന് എനിക്ക് അതിലേക്കൊന്നും ഞാൻ പോകല. എന്തായാലും അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല ഇതില്. എന്തായാലും തിയേറ്റർ വാച്ചുകൾ നല്ല ബെസ്റ്റ് തിയേറ്റർ വാച്ചുകളാണ് പടം. എന്തായാലും കണ്ടു.